ഹലോ ഗായ്സ്, ഇന്ന് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അതാണ് ഞാനിങ്ങനെ കുഞ്ഞിപ്പുഴുവിൻ്റെ മാതിരി ഇങ്ങനെ തുള്ളി കളിക്കുന്നത്. അപ്പോൾ റിയയും ഞാൻ ഒരുമിച്ചാണ് റൂമിൽ നിന്ന് ഇറങ്ങിയത്. ഒക്കെ യശ്വന്ത്പൂരിൽ നിന്നാണ് ട്രെയിന്, എനിക്ക് സാറ്റലൈറ്റിൽ നിന്നാണ് ഞാൻ ബസ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങി. എന്താ വെച്ചാൽ ലേറ്റ് ആയിട്ടാണല്ലോ ബസ്സും ട്രെയിനും ഒക്കെ. കുറച്ച് നേരത്തെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് പതുക്കെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ കുറച്ച് നേരത്തെ റൂമിൽ നിന്ന് ഇറങ്ങിയാണ്. നമ്മൾ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വെജ് റെസ്റ്റോറൻറ്റ് കയറിയിട്ട് ഞാനൊരു ദോശയും റിയ ഒരു ഇഡ്ഡലിയും വാങ്ങി. അപ്പം അതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ എൻ്റെ ദോശ വന്ന്. എൻ്റെ ദോശ നല്ല ക്രിസ്പി ദോശയിനും. പക്ഷെ അതിൻ്റെ കൂടെയുള്ള ഇവർ ഈ സാമ്പാർ എന്ന് പറഞ്ഞ് തരുന്നത് വേറെന്തോ മുളകങ്ങ കലക്കിയതാണ് കേട്ടോ. എനിക്ക് ഇഷ്ടമായില്ല. അങ്ങനെ പിന്നെ നമ്മൾ ഓട്ടോയിൽ കയറിയപ്പം അയാൾ കന്നഡക്കാരനാണെങ്കിലും മൂപ്പരിങ്ങനെ മലയാളം പറഞ്ഞുകൊണ്ടിരിക്കണം. എന്താ നാട്ടിൽ മഴയാണല്ലേ, മഴ കുറവാണോ ഇവിടെ അല്ലെങ്കിൽ അവിടെ ആണോ കൂടുതലൊക്കെ ചോദിച്ചിട്ട് മൂപ്പർക്ക് പറ്റും പോലൊക്കെ മൂപ്പരും മലയാളം പറയുന്നുണ്ട്. നമ്മൾ നല്ല അടിപൊളിയായിട്ട് മൂപ്പരോട് മലയാളം പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ മെട്രോ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ ആ മെട്രോയിൽ കയറിയപ്പോൾ റിയ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മൾ ഇത്ര നേരത്തെ അവിടെ എത്തേണ്ടിയില്ലേനോ, ഇനി അവിടെ പോയിട്ട് ഇങ്ങനെ പോസ്റ്റ് ആവും, ഇത്ര നേരത്തെ പോയിട്ട് എന്ത് ചെയ്യാനാന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെയാണ് ഓളെ സങ്കടം. പിന്നെ ഓള് യശ്വന്ത്പൂരാണ് ഇറങ്ങുന്നത്. അപ്പം നമ്മൾ അവിടുന്ന് യശ്വന്ത്പൂരേക്ക് ഒരു 10 മിനിറ്റിൻ്റെ ഉള്ളിലേ ഉള്ളൂ. അപ്പോൾ ഓളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എനിക്കിപ്പോൾ ഇത്ര നേരത്തെ പോകണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഏതായാലും ഓള് യശ്വന്ത്പൂർ ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ സാറ്റലൈറ്റിലേക്ക് പോയി. അങ്ങനെ ഞാൻ സാറ്റലൈറ്റിൽ എത്തിയപ്പോൾ എൻ്റെ ബസ് വന്നില്ല. ബസ് അവിടെ ഉണ്ട്, പക്ഷെ അത് ഫ്രണ്ടിലോട്ട് നിർത്തിയാലേ നമുക്ക് കയറാൻ പറ്റും. ഞാനാണെങ്കിൽ ഒരു 1.5 മണിക്കൂറിൻ്റെ അടുത്ത് നേരത്തെ എത്തിക്കണേ. അങ്ങനെ ഞാനിങ്ങനെ പോസ്റ്റായിട്ട് തൊള്ളേ തുറന്ന് ഒത്തിരിക്കുകയാണ് കേട്ടോ. അതിലേതോന്ന് നമ്മളെ ബസ്സാണ്. അങ്ങനെ ഏതായാലും 3:30-3:45 കഴിഞ്ഞപ്പം ബസ് വന്ന് നമ്മളതിൽ കയറി. 4:15 ഇപ്പോൾ ബസ് എടുത്ത് ഞാനിങ്ങനെ വഴി നോക്കിയിരിക്കുകയാണ്. ആ സമയത്തൊന്നും എൻ്റെ സീറ്റിൽ ആരും ഇല്ല കേട്ടോ. പിന്നെ ക്രൈസ്റ്റിൻ്റെ അടുത്തെത്തിയപ്പോൾ ഒരാൾ കയറി. പിന്നെ നമ്മൾ സുൽത്താൻ ബത്തേരി എത്തി. അവിടെയൊക്കെ എത്തിയപ്പോൾ പെരുമഴ, ഒടുക്കത്തെ തണുപ്പും. അങ്ങനെ ഏതായാലും നമ്മൾ ബത്തേരി കഴിഞ്ഞിട്ട് പിന്നെ ഇനി താമരശ്ശേരി എത്താൻ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ. ഞാനാണെങ്കിൽ ഇന്ന് ബസ് കയറിയിട്ട് ഉറങ്ങിയിട്ടുമില്ല. ഞാനിങ്ങനെ ഫുള്ള് ഓണായിട്ട് ഇങ്ങനെ ഇരിക്കുക. സാധാരണ ഛർദ്ദിക്കാൻ വരുന്ന എനിക്കാണെങ്കിൽ ഇന്ന് ഛർദ്ദിക്കാനും വന്നില്ല. അങ്ങനെ താമരശ്ശേരി എത്തിയപ്പോൾ ഉമ്മച്ചിനെ കൂട്ടാൻ വന്നേനും. പിന്നെ നമ്മൾ ഓരോ കുൽസിതൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പം അത്രേ ഉള്ളൂ. ഓക്കെ, ബായ്.